Download now. CC Learning app. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ എല്ലാവരും RRB ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ RRB ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാം, അതുപോലെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, വീക്ക്ലി എക്സാം, നിങ്ങൾക്ക് PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് ഓൾസോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ 8089200474 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത്തവണത്തെ സർക്കാർ ജോലി എന്നുള്ളൊരു സ്വപ്നം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ റീസണിങ് എന്നുള്ള സെക്ഷനിൽ നിന്ന് നമുക്ക് ബ്ലഡ് റിലേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. A ഈസ് ദ ഫാദർ ഓഫ് B. ബിയുടെ ഫാദർ ആണ് A. ബിയുടെ ഫാദർ ആണ് A. അപ്പൊ A എന്തായിരിക്കും? മെയിൽ ആവുമ്പോൾ പ്ലസും ഫീമെയിൽ ആവുമ്പോൾ മൈനസും വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ A ഈസ് ദ ഫാദർ ഓഫ് B എന്ന് പറയുമ്പോൾ A മെയിൽ ആണ്, സോ പ്ലസ്. ആൻഡ് ബ്രദർ ഓഫ് C. ആൻഡ് എന്ന് പറയുമ്പോൾ ആരെ പറ്റിയിട്ടാ പറയുന്നത്? ഫസ്റ്റ് പേഴ്സണെ പറ്റിയിട്ടാ പറയുന്നത്. A ഈസ് ദ ബ്രദർ ഓഫ് C. എയുടെ ബ്രദർ ആണ് ആര്? സിയുടെ ബ്രദർ ആണ് A. ഓക്കെ. B ഈസ് ദ ഡോട്ടർ ഓഫ് D. ഡിയുടെ ഡോട്ടർ ആണ് D. എയുടെ ചൈൽഡ് ആണ് B എന്ന് നമുക്ക് കിട്ടി. ഇനി ബി എന്ന് പറയുന്നത് ആരുടെ ഡോട്ടർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഡിയുടെ ഡോട്ടർ ആണ്. അപ്പൊ A ഈസ് മാരീഡ് ടു D. D ഈസ് എ ഫീമെയിൽ. B ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? B ഈസ് എ ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ B എന്താണ്? ഫീമെയിൽ ആണ്. ഹൗ ഈസ് D റിലേറ്റഡ് ടു C? D സിയുടെ ആരാണ് എന്നാണ് ചോദ്യം അല്ലെ? D സിയുടെ ആരാണ്? സിയുടെ ബ്രദറിന്റെ വൈഫാണ് ആര്? D എന്ന് പറയുന്നത്. അതായത് സിയുടെ ആരാണ്? ഹൗ ഈസ് D റിലേറ്റഡ് ടു C? D സിയുടെ ആരാണ്? D സിയുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പൊ ഇവിടെ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ ഹൗ ഈസ് D റിലേറ്റഡ് ടു C എന്നാ. C D യുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കും എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഹൗ ഈസ് D റിലേറ്റഡ് ടു C? D C യുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, X ഈസ് ദ വൈഫ് ഓഫ് Y. സോ എക്സും വൈയും കപ്പിളാണ്. എക്സ് ഈസ് ദ വൈഫ് ആണ്. സോ വൈ എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. വൈ ഹൂ വന്നിട്ടുണ്ട്. ഹൂ വന്ന ഹൂവിന് തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ആളെ പറ്റിയിട്ടാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. വൈ ഈസ് ദ ബ്രദർ ഓഫ് ഇസഡ്. വൈ ഈസ് ദ ബ്രദർ ഓഫ് ഇസഡ്. ഇസഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഹൂ വന്നു. സോ ഇസഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇസഡ് ഈസ് എ സൺ ഓഫ് പി. ഇസഡ് ആരുടെ സണ്ണാണ്? ഇസഡ് മെയിൽ ആണ്. ഇസഡ് ആരുടെ സണ്ണാണ്? പിയുടെ സണ്ണാണ്. ഇസഡ് ഈസ് എ സൺ ഓഫ് പി. ഹൗ ഈസ് എക്സ് റിലേറ്റഡ് ടു പി? പിയുടെ ആരാണ് എക്സ് എന്നാ ചോദിച്ചേക്കുന്നത്. പിക്ക് 2 ചിൽഡ്രൻ ഉണ്ട്. ഒന്ന് ഇസഡ് ആണ്, ഒന്ന് വൈ ആണ്. രണ്ടും മെയിൽ ആണ്. സോ പിയുടെ സൺസ് ആണ് ആരൊക്കെ? വൈയും ഇസഡും. എക്സ് ആരാണ്? പിയുടെ സണ്ണിന്റെ വൈഫാണ്. എക്സ് പിയുടെ ആരായിട്ട് വരും? എക്സ് പിയുടെ മകന്റെ ഭാര്യ, അതായത് ഡോട്ടർ ഇൻ ലോ. ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. E ഈസ് ദ ഡോട്ടർ ഓഫ് പി. E ഈസ് ദ ഡോട്ടർ ഓഫ് പി. പിയുടെ ഡോട്ടർ ആണ് E ആൻഡ് E ഈസ് എ ഫീമെയിൽ. P ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഓൺലി ഡോട്ടർ ഇൻ ലോ ഓഫ് K. ഡോട്ടർ ഇൻ ലോ ആരാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഒന്നുകൂടെ വായിച്ചു നോക്ക്. P ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഓൺലി ഡോട്ടർ ഇൻ ലോ ഓഫ് K. കെയുടെ ഒരേ ഒരു ഡോട്ടർ ഇൻ ലോ ആണ് ഇത്. അതാരാന്ന് നമുക്കറിയില്ല. അതിന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ആരാണ്? കെയുടെ സണ്ണ് തന്നെയാണ്. അത് ആരാണ്? P ആണ്. P. അപ്പൊ നമുക്ക് പിയുടെ ഡോട്ടർ അറിയാം. പിയുടെ ഡോട്ടർ ആരാണ്? E ആണ്. സോ ഇത്രയും നമുക്ക് അതിൽ നിന്ന് കിട്ടി. ഹൗ ഈസ് K റിലേറ്റഡ് ടു E? K ഇയുടെ ആരാണ്? K ഇയുടെ ആരാണ്? ഇയുടെ ഫാദർ ഓർ മദർ ആണ് K. കെയുടെ ജെൻഡർ ഇവിടെ നമുക്ക് കിട്ടില്ല അല്ലെ? K മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? K ഇയുടെ ആരാണ്? K ഇയുടെ ഗ്രാൻഡ് പാരന്റ് ആണ്. ഓക്കെ, ഗ്രാൻഡ് പാരന്റ് ആണെന്ന് പറയാൻ പറ്റും. ഗ്രാൻഡ് മദർ ആണോ ഗ്രാൻഡ് ഫാദർ ആണോ എന്നുള്ളത് ജെൻഡർ അറിയാത്തത് കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. X is the only daughter of Y's grandfather's only son.
വൈയുടെ ഗ്രാൻഡ് ഫാദർ. അപ്പൊ തൊട്ട് മുന്നേ ജനറേഷനിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഗ്രാൻഡ് ഫാദർ ഇവിടെ. ഓക്കെ, വൈസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. വൈയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകൻ. അപ്പൊ ഇവിടെ വരുന്നത് ഒന്നല്ലെങ്കിൽ മകനാവാം, മകളാവാം. ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പോസിബിലിറ്റി ഉണ്ട്? ഒരു ഡോട്ടർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. വൈയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡോട്ടറും കൂടെ ഉണ്ടാവാൻ ഉള്ള ഒരു പോസിബിലിറ്റി കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത സെന്റൻസ് ഒന്ന് നോക്കുക. വൈസ് ഗ്രാൻഡ് ഫാദർ ഹാസ് ഓൺലി വൺ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈയുടെ ഗ്രാൻഡ് ഫാദറിന് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ചൈൽഡ് ആരാണ്? സൺ ആണ്. അപ്പൊ വേറെ ഡോട്ടർ ഒന്നും ഇല്ലാന്ന് നമുക്ക് അതെന്ന് മനസ്സിലാവും. എക്സ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. വൈയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകൻ, അത് വൈയുടെ അച്ഛൻ തന്നെയാണ്. വൈയുടെ അച്ഛന്റെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ അതാരാണ്? വൈയുടെ സിസ്റ്റർ ആണ്. വൈയുടെ സിസ്റ്റർ ആണ് ആര്? എക്സ് എന്ന് പറയുന്നത്. ഹൗ ഈസ് എക്സ് റിലേറ്റഡ് ടു വൈ? എക്സ് വൈയുടെ ആരാണ്? സിസ്റ്റർ ആണ്. സിസ്റ്റർ ആണ്. ഓക്കെ, എ ഈസ് ബീസ് സിസ്റ്റർ. ബിയുടെ സിസ്റ്റർ ആണ് എ. സി ഈസ് ബീസ് മദർ. ബിയുടെ മദർ ആണ് സി. ഡി ഈസ് സീസ് ഫാദർ. സിയുടെ ഫാദർ ആണ് ഡി. ദെൻ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി? എ ഡിയുടെ ആരാണ്? ഡിയുടെ മകളുടെ രണ്ട് മക്കളാണ് ബിയും എയും. അതായത് ഡിയുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് ബിയും എയും. എ ഫീമെയിൽ ആണ് അല്ലെ. സോ എ ഫീമെയിൽ ആയതുകൊണ്ട് ഡിയുടെ ആരാണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഗ്രാൻഡ് ഡോട്ടർ. ഓക്കെ, പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. ക്യൂവിന്റെ ബ്രദർ ആണ് പി. എസ് ഈസ് ദ ഫാദർ ഓഫ് പി. എസ് ഈസ് ദ ഫാദർ ഓഫ് പി. ആർ ഈസ് ദ ബ്രദർ ഓഫ് എസ്. എസിന്റെ ബ്രദർ ആണ് ആർ. ഇഫ് ടി ഈസ് ദ മദർ ഓഫ് ആർ. ആറിന്റെ മദർ ആരാണ്? ടി ആണ്. ദെൻ ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു ടി? ക്യൂ ടിയുടെ ആരാണ്? ഇവിടെ ക്യൂവിന്റെ ജെൻഡർ നമുക്കറിയോ? ക്യൂവിന്റെ ജെൻഡർ നമുക്ക് അറിയില്ല. ടിയുടെ രണ്ട് മക്കളാണ് എസും ആറും. അതില് ഒരു മകൻ, എസിന്റെ രണ്ട് മക്കളാണ് പിയും ക്യൂവും. അതായത് ടിയുടെ ഗ്രാൻഡ് ചൈൽഡ് ആണ് ക്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ടിയുടെ ഗ്രാൻഡ് ചൈൽഡ് ആണ് ക്യൂ. ബട്ട് നമുക്ക് എന്തറിയില്ല? ജെൻഡർ അറിയില്ല. സോ ജനറലി നമുക്ക് ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറയാൻ പറ്റും. അടുത്തത്, സ്വാതി ഈസ് ദ ഡോട്ടർ ഓഫ് അനിൽസ് ഓൺലി സിസ്റ്റർ അക്ഷര. അനിലിന്റെ ഒരേ ഒരു സിസ്റ്റർ ആണ് ആര്? അക്ഷര. ഓക്കെ, അക്ഷര. അനിലിന്റെ ഒരേ ഒരു സിസ്റ്ററിന്റെ ഡോട്ടർ ആണ് ആര്? സ്വാതി. സ്വാതി ഡോട്ടർ ആയതുകൊണ്ട് മൈനസ്. അനിൽസ് മദർ ഈസ് ഗൗരി. അനിലിന്റെ മദർ ആരാണ്? ഗൗരിയാണ്. ഓക്കെ, മൈനസ്. ഹൗ ഈസ് സ്വാതി റിലേറ്റഡ് ടു ഗൗരി? ഗൗരിയുടെ രണ്ട് മക്കളാണ് അനിലും അക്ഷരയും. അതിൽ അക്ഷരയുടെ മകളാണ് സ്വാതി. അതായത് ഗൗരിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് സ്വാതി. ഗൗരിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് സ്വാതി. സോ ഗ്രാൻഡ് ഡോട്ടർ ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. മഹേന്ദ്ര ഈസ് ദ സൺ ഓഫ് നമൻ. നമന്റെ സണ്ണാണ് ആര്? മഹേന്ദ്ര. ഹൂ ഈസ് ദ ബ്രദർ ഓഫ്? അത് ആരെ പറ്റിയിട്ടാ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്നത്? നമനെ പറ്റിയിട്ടാ പറയുന്നത്. നമൻ ഈസ് ദ ബ്രദർ ഓഫ് റീമാസ് മദർ. റീമയുടെ മദറിന്റെ ബ്രദർ ആണ് ആര്? നമൻ എന്ന് പറയുന്നത്. റീമയുടെ മദറിന്റെ ബ്രദർ ആണ് ആര്? നമൻ. അപ്പൊ നമൻ മെയിലാണ്. ഹൗ ഈസ് മഹേന്ദ്ര റിലേറ്റഡ് ടു റീമാസ് മദർ? മഹേന്ദ്ര റീമയുടെ മദറിന്റെ ആരാണ്? റീമയുടെ മദറിന്റെ ആരാണ് മഹേന്ദ്ര? ആളുടെ ബ്രദറിന്റെ സണ്ണാണ്. അതായത് ബ്രദറിന്റെ സൺ എന്ന് പറയുമ്പോൾ ആരാണ്? നെഫ്യൂ ആണ്. നെഫ്യൂ. ഹൗ ഈസ് മഹേന്ദ്ര റിലേറ്റഡ് ടു റീമാസ് മദർ? റീമയുടെ മദറിന്റെ നെഫ്യൂ ആണ് മഹേന്ദ്ര. നെഫ്യൂ ആണ് മഹേന്ദ്ര എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ആരാവുമായിരുന്നു? നീസ് ആവുമായിരുന്നു. ഇവിടെ മെയിൽ ആണ്. സോ ആരാണ്? നെഫ്യൂ ആണ്. ഓക്കെ,
ഓക്കെ, അപ്പം ബ്ലഡ് റിലേഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. റീസണിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അതിൽ തെറ്റിക്കാൻ സാധ്യതയുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം ചോദ്യങ്ങളിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്